മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ സഭയിൽ നോമ്പ് കാലഘട്ടമാണല്ലോ ഇത്. നോമ്പ് സഭയ്ക്ക് നൽകുന്ന സന്ദേശം ആത്മീയ ശുദ്ധി വരുത്തുകയും ദൈവത്തോട് കൂടുതലായി അടുക്കുകയും ചെയ്യുക എന്നുള്ള സന്ദേശമാണ്. യേശുവിൻ്റെ രക്ഷാകര ദൗത്യം അപ്പസ്തോലന്മാർക്കും ജനങ്ങൾക്കും യേശു പറഞ്ഞു കൊടുക്കുന്ന സന്ദേശമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ ശ്രവിക്കുന്നത്. കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം, ജീവിതം, പാടുപീടകൾ, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തക്കൊസ്തി ഇവയെ ക്രിസ്തു സംഭവം എന്ന പേരിൽ അറിയും. ഇത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആവിഷ്കാരമാണ് ഈ സംഭവങ്ങളിലൂടെ നിറവേറുന്നത്. പ്രിയമുള്ളവരെ, യേശുവിനോട് കൂടെ ആയിരിക്കുകയും യേശു പറഞ്ഞ വചനങ്ങൾ കേൾക്കുകയും യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കാണുകയും ചെയ്ത അപ്പസ്തോലന്മാർ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ തുടരേണ്ടവരും ലോക അവസാനത്തോളം ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അത് ക്രമീകരിക്കുകയും ചെയ്യേണ്ടവരാണ്. യേശുവിനോടുകൂടെ ആയിരുന്നു രക്ഷാകര പദ്ധതിയിൽ സജീവമായി നിലകൊണ്ട അവരോട് യേശു അരുളി ചെയ്തു, ലോകരക്ഷകനായ യേശു ജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ വധിക്കുകയും 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പസ്തോലന്മാർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. കാരണം അവരുടെ മനസ്സ് സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞിരുന്നു. യേശു നടന്നു വരുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ശ്രവിച്ചിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ തങ്ങളിൽ വലിയവൻ ആരാണ് എന്നാണ് തർക്കിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമായിരിക്കണം. ഒരു ശിശുവിനെ അവരുടെ മധ്യ നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ച പിതാവിനെയും സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് പൂർണ്ണമായി അവർ മനസ്സിലാക്കിയില്ല. ഒരു കുഞ്ഞ് എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം? നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ ഉടമ, മാതാപിതാക്കളോട് പൂർണ്ണ വിധേയത്വത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി, അവരോട് പറയുന്ന കാര്യങ്ങൾ തെറ്റും ശരിയും ചിന്തിക്കാതെ വേഗത്തിൽ ചെയ്യുന്ന ഒരു മനസ്സ്. ഈ ഉപമയിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആത്മാവിലും ശരീരത്തിലും മനസ്സിലും നിഷ്കളങ്കത പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ സജീവ ഭാഗഭാഗത്വമുള്ളവരായി നിലകൊള്ളണം. ഇതാണ് ദൈവം അവരോട് ആവശ്യപ്പെട്ടത്. യേശുവിൻ്റെ രക്ഷാകര സത്യം നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മോട് യേശു പറയുന്നത്, ഈ കുഞ്ഞിൻ്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മെ അതിന് സ്വാധീനിക്കണം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി ഈ ഭൂമിയിൽ ദൈവത്തോട് ചേർന്ന് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തിലൂടെ, കഷ്ടതരമായ പ്രയാസങ്ങളിലൂടെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ രക്ഷാകര പദ്ധതി നമ്മൾ നമ്മുടേതായി സ്വീകരിക്കുകയും ദൈവം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകിയ ആ സംഭവത്തോട് ചേർന്ന് നമ്മളും നമ്മുടെ മുമ്പിൽ വരുന്ന മനുഷ്യനോട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് മാനസാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കണം. സഭ ഇതിനു വേണ്ടി വിശ്വാസികളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ, കൂദാശകൾ,
യാമപ്രാർത്ഥനകൾ, ഭക്ത അഭ്യാസം, കാരുണ്യ പ്രവർത്തനങ്ങൾ. ദൈവത്തിൻ്റെ വചനം വായിക്കണം, ധ്യാനിക്കണം, ദൈവത്തോടടുക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പരിപൂർണമായി നമ്മൾ പാലിക്കണം. കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ സജീവമായി ഭാഗഭാഗിത്വമുള്ളവരാകണം. യാമപ്രാർത്ഥനകൾ കൃത്യമായി നടത്തണം. കാരുണ്യ പ്രവർത്തനങ്ങൾ, ഭക്ത അഭ്യാസങ്ങളിൽ മുഴുകി നമ്മുടെ മുമ്പിലും പിമ്പിലും ഇടതും വലതും കാണുന്ന മനുഷ്യനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. ഈ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മൾ പങ്കുചേരുന്നതിനുള്ള വഴികൾ. യേശു ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകിയതുപോലെ ഈ രക്ഷണീയ കർമ്മത്തിൽ ദൈവത്തിൻ്റെ വചനം ലോകാവസാനത്തോളം പറഞ്ഞു കൊടുക്കുന്നതിനും രക്ഷാകര ദൗത്യം പൂർത്തിയാക്കുന്നതിനും അതുവഴി എല്ലാ മനുഷ്യരെയും രക്ഷിക്കുന്നതിന് ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായി അതിൽ സഹകരിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.